ഫുട്ബോളിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫിസിക്കൽ, ടെക്നിക്കൽ, ടാക്ടിക്കൽ, ഇതെല്ലാം തീർച്ചയായിട്ടും ഫുട്ബോളിലെ ട്രെയിനിങ്ങിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ നമ്മൾ മോഡേൺ ഫുട്ബോൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വേൾഡ് കപ്പ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോളിന്റെ ഗെയിം വളരെ സ്പീഡായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പാസിംഗ് സ്പീഡായാലും പ്ലേയേഴ്സ് മൂവ്മെന്റ് സ്പീഡായാലും ഇതെല്ലാം വളരെ ഫാസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മോഡേൺ ട്രെയിനിങ് മെത്തേഡ്സ് പറയുന്നത് വെച്ചാൽ ഫുട്ബോളിൽ നമ്മൾ ഇനിയുള്ള ട്രെയിനിങ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഘടകങ്ങൾ വെച്ചാൽ അത് കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, എക്സിക്യൂഷൻ, ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഇത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ വേരിയസ് സൈഡഡ് ഗെയിംസ് നമ്മൾ ട്രെയിനിങ് പ്ലാനിൽ കൊണ്ടുവരാറുണ്ട്. വൈ വേരിയസ് സൈഡഡ് ഗെയിംസ്? ഇത് എന്തിനാണ്? നമ്മളെ ഫീൽഡിന്റെ സൈസ് അനുസരിച്ച്, നമ്പർ ഓഫ് പ്ലേയേഴ്സ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ട്രെയിനിങ് തീർച്ചയായിട്ടും മോഡിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് LSG എന്നും, MSG എന്നും, SSG എന്നും. LSG എന്ന് വെച്ചാൽ ലാർജ് സൈഡഡ് ഗെയിംസ്, MSG മീഡിയം സൈഡഡ് ഗെയിംസ്, SSG സ്മോൾ സൈഡഡ് ഗെയിംസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ട്രെയിനിങ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലാർജ് സൈഡഡ് ഗെയിംസ് നമ്മുടെ ട്രെയിനിങ് മെത്തേഡ്സിൽ കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ പ്ലേയേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം 10v10, 8v8, 10v10 വിത്ത് ഗോൾ കീപ്പർ, ഇതെല്ലാം നമുക്ക് ലാർജ് സൈഡഡ് ഗെയിംസിൽ കൊണ്ടുപോകാം. നെക്സ്റ്റ് നമ്മുടെ മീഡിയം സൈഡഡ് ഗെയിംസ്, ഇത് നമ്മുടെ പ്ലേയേഴ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ എല്ലാം നമുക്ക് 5v5 വരാം, 7v7 തരാം. ഈ ടൈപ്പിലുള്ള ട്രെയിനിങ് മെത്തേഡ്, അതായത് നമ്മുടെ MSG മീഡിയം സൈഡഡ് ഗെയിം ചെയ്യുമ്പോൾ പ്ലേയേഴ്സിന്റെ ഡിസിഷൻ മേക്കിംഗ് ക്വാളിറ്റി കൂടുന്നു. ഇനി നമുക്ക് നമ്മുടെ SSG സ്മോൾ സൈഡഡ് ഗെയിംസ്, അത് 2v2 ആവാം, 4v4 ആവാം. ഇങ്ങനെയുള്ള ട്രെയിനിങ് ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ പുതിയ റിനോവേഷൻസ് നമ്മൾ ട്രെയിനിങ്ങിൽ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഫുട്ബോളുമായിട്ട് മോഡേൺ ആയിട്ട് ഇരിക്കാൻ പറ്റും. അതായത് നമ്മൾ ഇന്നോവേഷൻ, അതായത് ഒരു കോച്ച് എപ്പോഴും ന്യൂലി അഡാപ്റ്റഡ് ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം നിങ്ങൾ ട്രെയിനിങ് മെത്തേഡിൽ LSGയും MSGയും SSGയും കൊണ്ടുവന്നാൽ ഫുട്ബോളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇംപ്രൂവ്മെന്റ് സാധ്യതയുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റെയ്മണ്ട്, പുതിയ ഒരു ഇന്നോവേഷൻ ആണ് റെയ്മണ്ടിന്റെ കോച്ചിങ് ഇന്നോവേഷൻ. അപ്പൊ അതിനകത്ത് പുതിയ ഒരുപാട് ലേറ്റസ്റ്റ് ട്രെയിനിങ് മെത്തേഡ്സ് വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. ബൈ ഫ്രം മനീഷ്. താങ്ക് യു.